വർഷം വോട്ട് നേടിപ്പോയ ആളായത് അയാളുടെ പാർട്ടിയാണ്. അത് നമ്മൾ അതിനകത്ത് നമുക്ക് രാഷ്ട്രീയ മുഴുവൻ ജനങ്ങൾക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ചെന്ന് എൻ്റെ ഒരു വോട്ട് കടിക്കണം, ഭവിക്കണം. അങ്ങനല്ലേ വേണ്ട. എനിക്കെന്ത് കിട്ടി എന്ന് നോക്കാൻ പാടില്ല, നമുക്കെന്ത് കിട്ടി തന്നെയാണ്. പ്രീണനം നടത്തുന്ന ഒരു പാർട്ടിയും വെച്ച് പുറത്തു. ആ പ്രീണനം തന്നെ വലിയ അഴിമതി കാണിക്കാനുള്ള ഒരു കൈക്കൂലിയാണെന്നുള്ളത്. ജാതി പ്രീണനം പ്രത്യേകിച്ച് ഞാനത് ഒരു കാരണവശാലും ജാതി പ്രീണനത്തിന് കൂട്ടുനിൽക്കത്തില്ല, ഞാനത് ചെയ്യുന്നുണ്ട്. അവിസ്ഥിത പ്രീണനം ശക്തമാണ്. ഇല്ലാത്തവന് വേണ്ടി തീരുമാനത്തിൻ്റെ അറ്റം വരെയുണ്ട്. ആർക്കെങ്കിലും അതിൽ വിരോധമുണ്ടോ? ഇല്ലാത്തവനെ പ്രീണിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ട്? ജാതിക്കാരെ പ്രീണിപ്പിക്കുന്നവരെ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതിന് നമുക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ കൃത്യമായ വോട്ടിംഗ് ഓക്കെ അല്ലേ? വിജയിപ്പിക്കണം. അതിൻ്റെ ഗുണം തൃശ്ശൂർക്കാർക്കും തൃശ്ശൂർക്കാർ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MP കേരളത്തിന് വേണ്ടി മുഴുവൻ ഗുണം ചെയ്തു എന്ന് 5 വർഷം കഴിഞ്ഞ് ഞാൻ 2029 വന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ എനിക്ക് ഈശ്വരൻ കനിഞ്ഞ് ആയുസ്സും ആരോഗ്യവും നൽകുകയാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും ആവശ്യപ്പെടേണ്ടി വരില്ല. നിങ്ങളെനിക്ക് എന്നെ വാഴ്ത്തുന്നു, എനിക്ക് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ ഞാൻ അനന്താണ്. എല്ലാവരും അവിടെ തന്നെ ഇങ്ങോട്ട് നോക്കി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിറകിൽ വന്ന് നിന്ന് ഫോട്ടോ എടുക്കും. 2-3 ബാച്ചായിട്ട് ബാക്കി ഫോണെല്ലാം മാറ്റണം. എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഫോൺ അങ്ങ് മാറ്റണം. എന്നൊക്കെ ഞാൻ അവിടെ വരും. ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ സെൽഫി എടുക്കരുത് കേട്ടോ. വേണ്ട, അപ്പൊ തന്നെ അത് മെമ്മോ വരും. എവിടെങ്കിലും ഇത് വന്നു പോയാൽ എൻ്റെ കോണ്ടന്റ് റെഗുലേഷൻ ഉണ്ട്, അത് പ്രശ്നമാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഒരു പരസ്യവും ചെയ്യുന്നില്ല. നമുക്കിതല്ലല്ലോ പ്രധാനം, നമുക്ക് ജനങ്ങളുടെ ജീവിതം നന്നായിട്ട് അല്ലേ? ഫോട്ടോ നിങ്ങളുടെ വിളിച്ചു അവിടെ ഞങ്ങളുടെ എല്ലാവരും സൈഡിലേക്ക് കേട്ടാ സൈഡ് കൂടെ സൈഡ് സൈഡ് ജീവിതത്തിലെ ആദ്യത്തെ പൊന്നാണ്
കൊച്ചിന് ആദ്യം അവന് അതിൻ്റെ കണ്ണി കൊള്ളിക്കണ്ട മാച്ചു മാച്ചു കണ്ണി എല്ലാവരോടും